ഞാൻ രേഖ. ഓണം സദ്യ സ്പെഷ്യൽ പരിപ്പാണ്. കുട്ടനാട് സൈഡിലേക്ക് സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിയാണ് പരിപ്പ്. ചെറുപയർ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ചെറുപയർ ചെറിയ തീയിൽ ബ്രൗൺ കളർ ആകുന്നിടം വരെ വറക്കണം. എന്നിട്ട് മിക്സിയിലിട്ട് ഒന്നുകിൽ അമ്മിക്കല്ലിൽ ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കണം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്നടിച്ചാൽ മതി. തൊലിയൊക്കെ വേറിട്ട് വരും. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി പ്രഷർ കുക്കറിൽ വേവിക്കണം. ഒരു 5 മുതൽ 6 വിസിൽ, നന്നായിട്ട് പരിപ്പ് വെന്ത് കിട്ടണം. 6 വിസിലെങ്കിലും വരണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് നെതക്കയിൽ കുറച്ചും കൂടെ വെള്ളം അത്രയും ചേർത്താണ് കുക്ക് ചെയ്യേണ്ടത്. ആ സമയത്ത് ഉപ്പ് ചേർത്താലും മതി, പക്ഷെ ഞാൻ പിന്നീടാണ് ചേർക്കുന്നത്. ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ അളവ് വേണമെങ്കിൽ അവരവരുടെ ഇഷ്ടമനുസരിച്ച് കുറയ്ക്കാം. കുറച്ച് കറിവേപ്പില, എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരയണം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പ് ഞാൻ ചേർക്കുകയാണ്. ഇനി ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ചൊന്ന് കുറുകണം. അധികം കുറുകണ്ട, എന്നാലും ഇത്തിരി ഗ്രേവി ഒന്ന് തിക്കാവണം. ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും ആ പരുവ് എത്തും. ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. ഞാൻ അടുപ്പത്ത് വെച്ചൊന്ന് പത പോലെ വരും ഇങ്ങനെ മുകളിൽ, അതുവരെയാണ് അതിൻ്റെ പരുവം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വെട്ടിത്തിളച്ച് ഒരുവിധം കുറുകിയിട്ടുണ്ട്. ഞാൻ വാങ്ങിയത്. ഇനി അതിലേക്കുള്ള കടുക് വറുക്കണം. അത് നെയ്യിട്ടാണ് കടുക് വറുക്കേണ്ടത്, കാരണം ഗ്യാസ് അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല. നെയ്യിട്ട് അതിനിടാൻ നെയ്യിട്ട് പരിപ്പ് കറിയിൽ കടുക് വറുക്കുന്നത്, അല്ലെങ്കിൽ പരിപ്പ് വിളമ്പുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കഴിച്ചാലും മതി. ഞാൻ നെയ്യിലാണ് കടുക് വറുക്കുന്നത്. മുളക് പൊടി അങ്ങനെ എരിവൊന്നും ചേർക്കാത്തത് കൊണ്ട് 4 മുതൽ 5 വറ്റൽമുളക് വരെ ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില ഇട്ടു. ഇനി അത് കറിയിലേക്ക് ഒഴിക്കുകയാണ്. ഉപ്പൊന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പൊക്കെ കറക്റ്റാണിത്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.